ഇന്നത്തെ ക്ലാസ്സിൽ പെർമ്യൂട്ടേഷൻസ് എന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8-letter arrangements that can be made from the letters of the word daughter so that first part all vowels occur together, second one all vowels do not occur together. ഡോട്ടർ എന്ന ഒരു 8 അക്ഷരമുള്ള ഒരു വേർഡാണ് തന്നിരിക്കുന്നത്. ഇതിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തുള്ള വേർഡ്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഫോം ചെയ്യുന്ന വേർഡ്സിലെ വവ്വൽസ് ഒന്നിച്ചു വരണം എന്ന കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വവ്വൽസ് ഒക്കർ ഓൾ ടുഗദർ. ഈ തന്നിരിക്കുന്ന വേർഡിൽ 3 വവ്വൽസ് ആണ് ഉള്ളത്. എ യു ഇ. അതിനെ ഒന്നിച്ചെഴുതി ഒരു ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുക. ഈ വവ്വൽസ് ഒന്നിച്ച് വരണമെങ്കിൽ അതിനെ ഒന്നിച്ചെഴുതി ഒരു ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുക. ബാക്കി ലെറ്റേഴ്സ് വീണ്ടും എഴുതുക. ഡി ജി എച്ച് ടി ആർ എഴുതി കഴിയുമ്പോൾ ഒന്ന് എണ്ണി നോക്കണം കറക്റ്റ് ആണോ എന്ന്. 1 2 3 4 5 6 7 8. ഓക്കെ. ഇനി ഈ വവ്വൽസ് ഒന്നിച്ച് കരുതി ഒന്നെണ്ണുമ്പോൾ 1 2 3 4 5 6 ലെറ്റേഴ്സായിട്ട് മാറും. ഈ വവ്വൽസിനെ ഒരു ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആകെ 6 ലെറ്റേഴ്സായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് വെൻ 6 letters ആർ ഗിവൺ ഈസ് 6 factorial. 6 ലെറ്റേഴ്സിൽ 6ഉം ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 6 factorial വേർഡ്സ് കിട്ടും. അതിൽ ഓരോ അറേഞ്ച്മെൻറ്റിലും ഈ വവ്വൽസ് വീണ്ടും നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അത് 3 ലെറ്റേഴ്സാണുള്ളത്. 3 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ 3 factorial എന്ന് വരും. ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഓർഡിനറി പെർമ്യൂട്ടേഷനാണ്. അതുകൊണ്ടാണ് 6ൽ 6 ഉപയോഗിച്ചപ്പോൾ 6 factorial ഇൻറ്റു ഈ 3 അറേഞ്ച് ചെയ്യുമ്പോൾ 3 factorial. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഏതെങ്കിലും ലെറ്റേഴ്സ് ഒന്നിച്ചു വരണമെന്ന് പറഞ്ഞാൽ ആ ലെറ്റേഴ്സിനെ ഒന്നിച്ചെഴുതി 1 എന്നെണ്ണുക. അപ്പോൾ 1 2 3 4 5 6. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 6 letters ഈസ് 6p6 or 6 factorial ഇൻറ്റു ഒന്നിച്ചെടുത്ത ലെറ്റേഴ്സിനെ വീണ്ടും അറേഞ്ച് ചെയ്യണം. 1 2 3 that is 3p3 that is 3 factorial. Therefore, number of words with vowels occur together is 6 factorial into 3 factorial. 6 factorial is 720 into 3 factorial is 6. That is 4320. Okay, in the second part you have to find the number of words with the vowels do not occur together. വവ്വൽസ് ഒന്നിച്ചു വരരുത്. ആരെങ്കിലും ഒന്നിച്ചു വരരുത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഈസ് ആകെ 8 ലെറ്റേഴ്സാണുള്ളത്. therefore 8 factorial and 8 factorial is 40,320. Number of words with the vowels occur together. വവ്വൽസ് ഒന്നിച്ച് വരുന്ന വേർഡ്സ് അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. 4320. ആകെ 40,320 വേർഡ്സ് ഉണ്ട്. അതിൽ 4320 വേർഡ്സിൽ വവ്വൽസ് ഒന്നിച്ചാണ് എങ്കിൽ ബാക്കിയുള്ള വേർഡ്സിൽ വവ്വൽസ് ഒന്നിച്ചായിരിക്കില്ല. therefore number of words with vowels do not occur together is 40,320 minus 4,320. അതായത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിൽ നിന്ന് വവ്വൽസ് ഒന്നിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ്സ് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ വവ്വൽസ് ഒന്നിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് 36,000. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഏതെങ്കിലും കുറച്ച് ലെറ്റേഴ്സ് ഒന്നിച്ച് വരണമെന്ന് ആഗ്രഹിച്ചാൽ അവയെ ഒന്നിച്ചെഴുതി 1 എണ്ണുക. ടോട്ടൽ എണ്ണി
അറേഞ്ച് ചെയ്യുക ഇൻറ്റു ഒന്നിച്ച് വരുന്ന നമ്പേഴ്സിനെ മാത്രമായിട്ട് വീണ്ടും അറേഞ്ച് ചെയ്യുക. കുറച്ച് ലെറ്റേഴ്സ് ഒന്നിച്ച് വരരുത് എന്നാവശ്യപ്പെട്ടാൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുക. ആ ലെറ്റേഴ്സ് ഒന്നിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുക. ടോട്ടലിൽ നിന്ന് ഒന്നിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ ലെറ്റേഴ്സ് ഒന്നിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. ഓക്കെ. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ letters of the word independence. In how many of these arrangements? First part, do the vowels start with P? Second part, do all the vowels always occur together? Third part, do the vowels never occur together? Last one, do the words begin with I and end in P? ഈ പ്രോബ്ലത്തിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള 12 ലെറ്ററുള്ള ഒരു വേർഡാണ് തന്നിരിക്കുന്നത്. ഈ വേർഡിലെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ആണ് ഫസ്റ്റ് ചോദ്യം. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ഈ വേർഡ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇത് പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്ക് ആണ്. കാരണം ഇതിനകത്ത് ഡി 2 പ്രാവശ്യമുണ്ട്, ഇ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു, ആൻഡ് എൻ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് 2 D's are alike, 4 E's are alike, and 3 N's are alike. Therefore, total number of arrangements is 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 പ്രാവശ്യം ഇ ഉള്ളതുകൊണ്ട് 4 ഫാക്ടോറിയൽ, 3 പ്രാവശ്യം എൻ ഉള്ളതുകൊണ്ട് 3 ഫാക്ടോറിയൽ, 2 പ്രാവശ്യം ഡി ഉള്ളതുകൊണ്ട് 2 ഫാക്ടോറിയൽ. ടോട്ടൽ 12 ലെറ്റേഴ്സാണുള്ളത്. 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഇ, 3 പ്രാവശ്യം എൻ, 2 പ്രാവശ്യം ഡി. ദെർഫോർ പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്ക് എൻ ഫാക്ടോറിയൽ ബൈ P factorial, Q factorial, R factorial, etc. And the answer is 1663200. ഓക്കെ. ഇനി ഫസ്റ്റ് പാർട്ടായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ആണ്. പിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം പി ആദ്യമേ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അത് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കരുത്. അറേഞ്ച്മെൻറ്റിന് ഉപയോഗിച്ചാൽ പി ഓരോ പൊസിഷൻ മാറി മാറി പോവും. പി ഫസ്റ്റിൽ ആദ്യമേ പേസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഐ, എൻ, ഡി, ഇ, പി വേണ്ട, പി പേസ്റ്റ് ചെയ്തു. അടുത്ത ഇ, എൻ, ഡി, ഇ, എൻ, സി, ഇ. 1 2 3 4 5 6 7 8 9 10 11 12. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനിയും നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് പി കിട്ടാൻ ഈ ബാക്കി 11 ലെറ്റേഴ്സിനെ കറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് അറേഞ്ച് ചെയ്താൽ മതി. പി ഫസ്റ്റിലെ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു, അത് അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കരുത്. ബാക്കി 11 ലെറ്റേഴ്സ് വീണ്ടും പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്കാണ്. 11 ഫാക്ടോറിയൽ ബൈ 4 E's are alike, 3 N's are alike, 2 D's are alike. Therefore 11 factorial by 4 factorial into 3 factorial into 2 factorial. Answer is 138600. അപ്പോൾ ആരെങ്കിലും സ്റ്റാർട്ടിങ്ങിലോ എൻഡിലോ വരണം എന്ന് ആവശ്യപ്പെട്ടാൽ അവരെ അവിടെ പേസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ലെറ്റേഴ്സിനെ സാധാരണ പോലെ അറേഞ്ച് ചെയ്യുക. ഓക്കെ. അടുത്ത പിരിവിൽ വവ്വൽസ് ഒക്കർ ടുഗദർ. വവ്വൽസ് ഒന്നിച്ചു വരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ വവ്വൽസ് ഒന്നിച്ചെഴുതുക. ഐ, ഇ, 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 4 ഇ, പിന്നെ ഉള്ള ലെറ്റേഴ്സ് എൻ, ഡി, പി, എൻ, ഡി, എൻ, സി. അറേഞ്ച് ചെയ്യുന്ന എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഈ വവ്വൽസിനെ ഒന്നിച്ച് കരുതി 1 എന്ന് എണ്ണുമ്പോൾ 1 2 3 4 5 6 7 8 ലെറ്റേഴ്സാണുള്ളത്. ആ 8 ലെറ്റേഴ്സ് വീണ്ടും പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്കാണ്. കാരണം എൻ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു, ഡി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ടോട്ടൽ 8 ലെറ്റേഴ്സ്, 8 ഫാക്ടോറിയൽ ബൈ 3 N's are alike, 2 D's are alike, into
ഒന്നിച്ച് കരുതിയ ഈ 5 ലെറ്റേഴ്സിനെ വീണ്ടും അറേഞ്ച് ചെയ്യണം. അത് വീണ്ടും പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്കാണ്, കാരണം ഈ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഫോർ ടോട്ടൽ 1 2 3 4 5 ഫാക്ടോറിയൽ ബൈ 4 ഈസ് ആർ എലൈക്ക്. 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഒന്നിച്ച് വരേണ്ട വവൽസിനെ ഒന്നിച്ച് ഒന്നെന്ന് എണ്ണിയപ്പോൾ ആകെ 8 ലെറ്റേഴ്സ്. ഇവിടെ N 3 ടൈംസ് ഉണ്ട്, D 2 ടൈംസ് ഉണ്ട്. ദെർഫോർ പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് അലൈക്ക് ഇൻ 2. ഒന്നിച്ച് കരുതിയ ലെറ്റേഴ്സിനെ വീണ്ടും അറേഞ്ച് ചെയ്യാൻ വന്നപ്പോൾ അതും വീണ്ടും പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് അലൈക്കാണ്. കറക്റ്റ് ഫോർമുല ഉപയോഗിക്കുക. 3360 into 5, that is 16800. Third part, vowels do not occur together. വവൽസ് ഒന്നിച്ച് വരണ്ട എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1663200 മൈനസ് വവൽസ് ഒന്നിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് 16800. അപ്പോൾ വവൽസ് ഒന്നിച്ച് വരണ്ട എങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കുക, വവൽസ് ഒന്നിച്ച് വരുന്നത് കണ്ടുപിടിക്കുക. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ആൻസർ 1646400. നാലാമത്തെ പാർട്ടിൽ നമുക്ക് വേണ്ടത് ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പിയിൽ അവസാനിക്കുന്നതുമായ വേർഡ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഐ ആദ്യമേ പേസ്റ്റ് ചെയ്യുക, പി ലാസ്റ്റിൽ പേസ്റ്റ് ചെയ്യുക, ബാക്കി ലെറ്റേഴ്സ് എഴുതുക. NDEP ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. വീണ്ടും NDENCE. ഒരു പ്രാവശ്യം കൂടി എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11. ഒരു ഇ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. 12 ഓക്കെ. എഴുതുമ്പോൾ ഇങ്ങനെ എണ്ണി നോക്കണം, കാരണം റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പിയിൽ അവസാനിക്കുന്നതുമായ വേർഡ്സ് കിട്ടാൻ ഐ ഫസ്റ്റിൽ പേസ്റ്റ് ചെയ്തു, പി ലാസ്റ്റിൽ പേസ്റ്റ് ചെയ്തു. ഈ 10 ലെറ്റേഴ്സ് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചാൽ മതി. ഈ 10 ലെറ്റേഴ്സ് വീണ്ടും പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്കാണ്. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 N's ആർ എലൈക്ക്, 4 E's ആർ എലൈക്ക് ആൻഡ് 2 D's ആർ എലൈക്ക്. അപ്പോൾ ആർക്കെങ്കിലും ആദ്യം അവസാനം വരണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരെ അവിടെ പേസ്റ്റ് ചെയ്യുക. ബാക്കി ലെറ്റേഴ്സ് കറക്റ്റ് ഫോർമുല, റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ അത്, നോട്ട് അലൗഡ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല, സംതിങ് എലൈക്ക് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് എഴുതുക. 12600. Okay. In how many ways can the letters of the word permutations be arranged if there are always 4 letters between P and S? ഈ പ്രോബ്ലത്തിൽ പെർമ്യൂട്ടേഷൻസ് എന്ന ഒരു 12 ലെറ്റർ ഉള്ള വേർഡാണ് തന്നിരിക്കുന്നത്. ഇതിലെ പിക്കും എസിനും ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് വരത്തക്കവണ്ണം വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസിനും ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് വേണം. അപ്പോൾ പി എസും എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം ശ്രദ്ധിക്കാം. പി ഫസ്റ്റ് പൊസിഷനിൽ വെച്ചാൽ എസ് എന്ന് പറയുന്നത് 1 2 3 4 ലെറ്റേഴ്സ് വരുവാണെങ്കിൽ 1 2 3 4 5 ആറാമതായിരിക്കും എസ് വരിക. ശ്രദ്ധിച്ചേ, പി ഒന്നാമത്, പിന്നെ 4 ലെറ്റേഴ്സ്, അതിനുശേഷം ആറാമതാണ് എസ് വരിക. വളരെ സൂക്ഷിച്ചെണ്ണി നോക്കണം. ഒന്നാമത് പി, പിന്നെ 4 ലെറ്റേഴ്സ്, അപ്പോൾ 5 എണ്ണമാകും, ആറാമത് എസ്. ഇനി പി സെക്കൻഡിൽ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എസ് 7th പൊസിഷനിലേക്ക് പോകും. പി 3rd ലെറ്ററായിട്ട് വന്നാൽ എസ് 8th ലെറ്ററായിട്ട് മാറും. അതുപോലെ പി 4th ലെറ്ററായിട്ട് പോയാൽ എസ് 9th ലെറ്ററായിട്ട് വരും. എന്നാലാണ് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടാവുക. അതുപോലെ പി 5th ലെറ്റർ ആയാൽ എസ് 10th ലെറ്ററാവും. പി 6th ലെറ്റർ ആയാൽ എസ് 11th ലെറ്ററാവും. പി 7th ലെറ്റർ ആയാൽ എസ് 12th ലെറ്ററാകും. പിക്ക് 7th പൊസിഷനിൽ വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, കാരണം പി 8th പൊസിഷനിലോട്ട് പോകുകയാണെങ്കിൽ എസ് ഓട്ടോമാറ്റിക്കായിട്ട് 13th പൊസിഷനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ ഇവിടെ 13th പൊസിഷൻ ഇല്ല, ആകെ 12 ലെറ്റേഴ്സേ ഉള്ളൂ. ഫോർ പി ആൻഡ് എസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ
1 2 3 4 5 6 7 ways. ഇനി പി ആദ്യം വരണമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം എസ്സും രണ്ടാമത് പിയും ക്രമീകരിച്ചാൽ ഇതുപോലെ 7 വേസ് വീണ്ടും കിട്ടും. Therefore, S and P can be arranged in 14 ways. ഓക്കെ, ഇനി ബാക്കി പിയും എസ്സും കഴിഞ്ഞുള്ള 10 ലെറ്റേഴ്സ് കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ബാക്കി 10 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇ ആർ എം യു ടി എ ടി ഐ ഒ എൻ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ 10 ലെറ്റേഴ്സ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഈ 10 ലെറ്റേഴ്സിൽ ടി റിപ്പീറ്റ് ആണ്, ശ്രദ്ധിച്ചോണം. പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്കാണ്. 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. Therefore, number of ways is 14 into 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. എസ്സും പിയും എക്സിനും പിക്കും ഇടയ്ക്ക് 4 ലെറ്റേഴ്സ് വരത്തക്കോണം 14 രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതുകൂടാതെ ബാക്കി 10 ലെറ്റേഴ്സ് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. Therefore, number of ways is equal to 14 into 10 factorial by 2 factorial. That is 14 into 1814400. The answer is 25401600. Okay.